ത്രിപുരയെ അടുത്തറിഞ്ഞുകൊണ്ടിരിക്കുന്ന ട്രാവൽ ജിയുടെ മറ്റൊരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം ത്രിപുര എന്ന സംസ്ഥാനത്തെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും എടുത്തു പറയുന്ന രണ്ട് മേജർ സ്ഥലങ്ങളുണ്ട്. ഒന്ന് മാതാബാരി എന്ന് പറഞ്ഞ ശക്തിപീഠും, രണ്ട് ഉനക്കോട്ടി എന്ന് പറഞ്ഞ ഒരു റോക്ക് കാർവിംഗ് സൈറ്റ്. ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഉനക്കോട്ടി എന്ന ആ റോക്ക് കാർവിംഗ് സൈറ്റിലേക്കാണ്. അഗർത്തലയിൽ നിന്ന് ഏകദേശം 178 കിലോമീറ്റർ ദൂരെ കിടക്കുന്ന ഉനക്കോട്ടി എന്ന് തന്നെ പേരുള്ള ഒരു ജില്ലയിലാണ് ഈ ഉനക്കോട്ടി റോക്ക് കാർവിംഗ്സ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന് ഒരുപാട് ഐതിഹ്യങ്ങളും ഒരുപാട് കഥകളും ഈ നാടുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഈ യാത്രയിലും അവിടെ എത്തിയിട്ടും അതിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഹിന്ദിയിലും ബംഗ്ലയിലും ഉനക്കോട്ടി എന്ന വാക്കിൻ്റെ അർത്ഥം വരുന്നത് 1 കോടിയിൽ 1 കുറവ് എന്നാണ്. ഇതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ഐതിഹ്യങ്ങളും കഥകളും ഇവിടെ പ്രചരിക്കുന്നുണ്ട്. ഒരു കഥ എന്തെന്ന് വെച്ചാൽ, ശിവൻ കാശിയിലേക്ക് പോകുന്ന വഴി തൻ്റെ 1 കോടിയിൽ ശിവനടക്കം 1 കോടി ആൾക്കാർ അനുചരന്മാരുമൊക്കെ ആയിട്ടുള്ള ഒരു സംഘം യാത്ര പോകുന്നതിനിടയിൽ ഇവിടെ വന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുകയും എന്നിട്ട് രാവിലെ നേരത്തെ ഇവിടെ നിന്ന് ഇറങ്ങണം എന്നുള്ള ഒരു കാര്യം ശിവൻ അവരോട് പറയുകയും ചെയ്തിരുന്നു. പക്ഷേ രാത്രിയിലെ ആട്ടവും പാട്ടവും ഒക്കെ കഴിഞ്ഞ് ആൾക്കാർ ആരും എണീറ്റില്ല. അപ്പോൾ ശിവൻ രാവിലെ എണീറ്റപ്പോൾ ശിവൻ മാത്രമേ എണീറ്റുള്ളൂ എന്ന് കണ്ട ദേഷ്യത്തിൽ എല്ലാവരെയും കല്ലായി പോകട്ടെ എന്ന് ശപിച്ച് ഇവിടെ നിന്ന് കാശിയിലേക്ക് തിരിച്ചു എന്നാണ് ഒരു ഐതിഹ്യം. മറ്റൊരു കഥ എന്താണെന്ന് വെച്ചാൽ, ഒരു കല്ലു കുമ്പാർ എന്ന പേരുള്ള ഒരു കൽപ്പണിക്കാരൻ ഇവിടെ ഉണ്ടായിരുന്നു. അവർ ശിവൻ്റെ കൂടെ കൈലാസത്തിലേക്ക് പോകാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അതിന് പാർവതി തപസ് ചെയ്തിരുന്നു. പാർവതി പ്രത്യക്ഷപ്പെട്ട് ഇവരെ കൊണ്ടുപോകണം എന്ന് ശിവനോട് പറഞ്ഞപ്പോൾ ശിവൻ പറഞ്ഞു, ഈ സ്ഥലത്ത് 1 കോടി പ്രതിമകൾ ഒരു രാത്രി കൊണ്ടുണ്ടാക്കിയാൽ രാവിലെ എൻ്റെ കൂടെ കൈലാസത്തിലേക്ക് വരാമെന്ന്. അപ്പോൾ രാത്രി മുഴുവൻ ഇരുന്ന് ഈ പ്രതിമകൾ മുഴുവൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ രാവിലെ സൂര്യൻ ഉദിച്ചു വന്നപ്പോൾ 1 കോടിയിൽ 1 കല്ല് കുറവാണ് എന്ന് കണ്ടെത്തി ശിവൻ അവരെ കൊണ്ടുപോകാതെ പോയി എന്നാണ് മറ്റൊരു ഐതിഹ്യം. അങ്ങനെ പല ഐതിഹ്യങ്ങളുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ എന്നാണ് ഉണ്ടാക്കിയതിൻ്റെ കൃത്യമായ കണക്കുകളും കാര്യങ്ങളൊക്കെ ഇപ്പോഴും വളരെ വ്യക്തമായി തെളിവുള്ളതല്ല. പക്ഷെ വളരെ അധികം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ചരിത്ര സ്മാരകം അല്ലെങ്കിൽ ചരിത്ര രേഖയാണ് ഇവിടെയുള്ളത് എന്നുള്ളതാണ് നമുക്കറിയുന്നത്. ഈ സ്ഥലത്തെ ഒരുപാട് പരന്നു കിടക്കുന്ന കുറേ ചിത്രപ്പണികളുള്ള മേഖലയാണെങ്കിലും അതിൽ വളരെ വലുതായ പ്രാധാന്യമർഹിക്കുന്നതുമായ ചില സാധനങ്ങൾ മാത്രമാണ് നമ്മൾ ഉനക്കോട്ടിയുടെ ഈ സംരക്ഷണ മേഖലയിലുള്ളത്. അപ്പോൾ അതാണ് നമ്മളിന്ന് കാണാൻ വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നിടത്താണ് ഏറ്റവും വലിയ മുഖമുള്ള കൊത്തുപണികൾ ഉള്ളത്. ശിവൻ്റെ എന്ന് പറയപ്പെടുന്ന, കാലഭൈരവൻ്റെ എന്ന് പറയപ്പെടുന്ന കൊത്തുപണികളാണ് ഇവിടെയുള്ളത്. ഇത് ഏകദേശം ഈ മുഖം മാത്രം ഏകദേശം 10 അടിയോളം ഉയരമുണ്ട്. ഇനി താഴോട്ടും ഒരുപാട് ഗണപതിയുടെയും ലക്ഷ്മിയുടെയും സരസ്വതിയുടെയും എന്നൊക്കെ വിശ്വസിക്കുന്ന കുറേ കൊത്തുപണികൾ നമ്മൾക്ക് കാണാൻ പറ്റും.
വഴുക്കുണ്ട്. എന്താ വഴുക്കണ്ടേ? നാട്ടിലെപ്പോഴും മഴയല്ലേ, അപ്പൊ വഴിക്കണം ചെരുപ്പാണെങ്കിൽ നാട്ടിലാരും വാങ്ങില്ല. ഒരുപാട് നടന്നു കയറാനുണ്ട്, നല്ല കുന്നും മലകളുമാണ്, ക്ഷീണിക്കും. പക്ഷെ അതോടൊപ്പം തന്നെ ഇത്രയും മരങ്ങളും ചുറ്റും കാടൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വളരെ റിഫ്രഷിംഗ് ആയിട്ടും തോന്നും. ഈ സ്ഥലം യുനെസ്കോൻ്റെ പൈതൃക പദ്ധതികളിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ്. ഒരുപാട് കാലം ആരും ശ്രദ്ധിക്കാതിരുന്നതിൻ്റെ ഒരുപാട് കേടുപാടുകളും ഒരുപാട് പാറകളിൽ വിള്ളൽ വീണ് പൊട്ടി ചിത്രങ്ങളൊക്കെ ഉടഞ്ഞു പോയിട്ടുള്ളതുമായിട്ടുള്ള ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇവിടുത്തെ ചിത്രങ്ങൾക്ക്. പക്ഷേ ഇപ്പോൾ സർക്കാർ ഇതിനു വേണ്ടി ഒരുപാട് പൈസയും ഫണ്ടിങ്ങും ഒക്കെ കൊടുത്ത് ഈ സ്ഥലത്തെ പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരാവശ്യമില്ലാതെ ഇറങ്ങിയാന്നല്ലേ. ഇന്ത്യയിൽ അങ്ങനെ അധികം അറിയപ്പെടാത്ത ഒരുപാട് ചരിത്രമുറങ്ങുന്ന ഉനക്കോട്ടിയുടെ മണ്ണിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇന്ത്യയെ അടുത്തറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും നോർത്ത് ഈസ്റ്റ് എക്സ്പ്ലോർ ചെയ്യണം. വിശിഷ്യ ത്രിപുര, ഇപ്പോൾ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്ന ത്രിപുരയിൽ ഒരുപാട് കാഴ്ചകളുണ്ട്, ഒരുപാട് ചരിത്രം ഉറങ്ങി കിടക്കുന്നുണ്ട്. മറ്റൊരു നല്ല ചരിത്രവുമായി നിങ്ങളോടൊപ്പം കൂടുന്നതുവരെ ദിസ് ഇസ് ട്രാവൽ ജീവി സൈനിങ് ഓഫ്. ടാറ്റാ ബൈ ബൈ.